ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയതാണ്, ഞാൻ വാങ്ങിയതല്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഹോണസ്റ്റ് റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഏത് പ്രൊഡക്റ്റാണെന്ന് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. ന്യൂട്രിചിക്കിൻ്റെ ഗ്ലൂട്ടത്തൈൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് എഫവസൻ ടാബ്ലറ്റ്സ് ആണ്. 20 ടാബ്ലറ്റ്സ് ഉണ്ട് കേട്ടോ ഇതിൽ. ഇതിൻ്റെ ഫ്ലേവർ എന്താണെന്ന് വെച്ചാൽ സ്ട്രോബെറി ആൻഡ് ലെമണിൻ്റെ ഫ്ലേവറാണ്. സംഭവം നല്ല അടിപൊളിയാണ്. നമുക്ക് കുടിക്കാനൊക്കെ പറ്റും. നമുക്കങ്ങനെ ഒരു ചില ടാബ്ലറ്റ്സ് ഒക്കെ നമുക്ക് കുടിക്കാൻ അത്ര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് ആരാംസെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് എഫക്ട്സും ഇല്ല എന്നാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അവരിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു സൈഡ് എഫക്ട്സ് ഇല്ല. പക്ഷേ ചിലർക്ക് ഉണ്ടാവും. ആർക്കെങ്കിലും അലർജി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടാബ്ലറ്റ് എങ്കിലും നിങ്ങൾ കഴിച്ചു നോക്കുക. എന്നിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്യുക. പിന്നെ വീണ്ടും ഒരു ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ വീണ്ടും കഴിച്ചു നോക്കുക. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് നിങ്ങൾ എടുത്തു നോക്കുക. പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കഴിക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്ക് അലർജി ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. അവർക്ക് കഴിക്കുന്നതിനോണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിൽ ഓൾറെഡി വിറ്റമിൻ സി ടാബ്ലറ്റ്, വിറ്റമിൻ സി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. എനിക്ക് അലർജി ഇഷ്യൂസ് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് പോലും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചോളാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ വിറ്റമിൻ സി ടാബ്ലറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗ്ലൂട്ടത്തൈൻ്റെ ടാബ്ലറ്റ്സും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എടുക്കും മീൻസ് ഇയർലി 1 ടൈം അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അല്ലാണ്ട് കണ്ടിന്യൂസ് ഞാൻ അങ്ങനെ കഴിക്കുക അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിൽ നിന്ന് എനിക്ക് തോന്നിയതും മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് എടുക്കേണ്ട കുറച്ച് രീതികളുണ്ട്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഭയങ്കര ഹെവി ആയിട്ട് ന്യൂട്രീഷൻസ് അടങ്ങിയതും പ്രോട്ടീനും അങ്ങനെയൊക്കെ അടങ്ങിയ ഫുഡ് നിങ്ങൾ അധികം മീൻസ് അങ്ങനത്തെ ഉള്ള ദിവസങ്ങൾ നിങ്ങളിത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ളവർ ഇത് കഴിക്കേണ്ട. കാരണം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു ലൈഫ് ഹെക്ടിക്കാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലും നേരമില്ലാത്തവരുണ്ടാവും. ചിലപ്പോൾ ലഞ്ച് പോലും മര്യാദയ്ക്ക് കഴിക്കാൻ നേരമില്ലാത്തവർക്ക് ഇത് ഒരെണ്ണം കഴിക്കാവുന്നതാണ്. കാരണം നമുക്ക് ഇതിൽ നിന്ന് കൂടെ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻ നമുക്ക് കിട്ടും. അതായത് നമ്മുടെ ഹെയറിനുള്ളതും നമ്മുടെ നെയിൽസിനാണെങ്കിലും നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിന് ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ സംഭവം. പിന്നെ ഇത് ഇനിയിപ്പോൾ ഇതിലൂടെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഇതിൽ കൂടി നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ ചില സമയത്ത് ഉണ്ടല്ലോ ഈ വെജിറ്റബിൾ ഫ്രൂട്ട്സ് പോലും ചിലപ്പോൾ വീട്ടിലുണ്ടെങ്കിലും കൂടിയും കഴിക്കാൻ നേരമില്ലാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആണ്. പക്ഷെ എത്ര വന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ വീട്ടിലുള്ള ബീട്രൂട്ട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, അതുപോലെ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, ഇതൊക്കെ നിങ്ങൾ കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഗ്ലോ വരും. പിന്നെ നമ്മുടെ ABC ജ്യൂസ്, ഇതൊക്കെ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലതാണ്. ഗ്രീൻ ടീ, ഇതൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടി. പക്ഷെ ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ ഇത് ഒന്നരാടം കഴിച്ചാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇതിൽ പറയുന്നത് ഡെയിലി കഴിക്കാനാണ്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒന്നരാടം ആദ്യം കഴിക്കുക. ഒരു 1 വീക്ക് ഒന്നരാടം കഴിക്കുക. പിന്നെ അതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി അങ്ങനെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. കാരണം ചിലപ്പോൾ ചിലവർക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ട് ഒന്നരാടം എപ്പോഴും ഈ ടാബ്ലറ്റ് കഴിക്കുക. നിങ്ങൾക്ക് വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് ഫീൽ ചെയ്ത ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയാണ്. ഞാൻ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ഞാൻ ചിലപ്പോൾ ഒരു ദിവസം ഹെവിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതും കൂടി അതിൻ്റെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ നമ്മളിങ്ങനെ തുടുത്തിരിക്കണം കാണാം. എന്നുവെച്ചാൽ നമ്മുടെ കവളും നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ തുടുത്തിരിക്കണ പോലെ തോന്നും. അപ്പോൾ അതിലും ഭേദം നമ്മൾ തീരെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഏതെങ്കിലും ഒരു മീൽ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല.
ഈ ഒരു ടാബ്ലറ്റ് നമ്മളിപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നുണ്ടല്ലോ കുറച്ച് നല്ല ഇങ്ങനെ ഫോമായി ഇരിക്കുന്ന പോലെ തോന്നും. പിന്നെ അതുപോലെ സ്കിൻ കുറച്ച് ടൈറ്റൻ ആയ പോലെയും, അതുപോലെ നമ്മുടെ ഹെയറിന് നല്ല ഷൈനിങ്ങും, നമ്മുടെ നെയിൽസൊക്കെ ഉണ്ടല്ലോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നമുക്കങ്ങനെ ചിലവരുടെ നെയിൽസൊക്കെ ഉണ്ടായി നമ്മളിപ്പോൾ എത്ര ലൈക്ക് പാത്രം കഴുകുമ്പോഴൊക്കെ പെട്ടെന്ന് പൊട്ടി പോകും. പക്ഷേ ഇതൊക്കെ ഈ ഒരു സംഭവം കഴിക്കുന്നതിലൂടെ എനിക്ക് ഈ ഒരു ചേഞ്ചസ് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ പറയുന്ന ഈ ഡ്രിങ്ക് ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും മിക്കതും കഴിക്കാറുള്ളത് ഒന്നില്ലെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞ് വന്നതിന്, ഞാനൊരു പ്രീ സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ സ്കൂൾ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം എനിക്ക് എൻ്റേതായ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ആ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ റിലാക്സ് ചെയ്തിട്ട് ഞാൻ ഈ ഡ്രിങ്ക് കുടിക്കുന്നതാണ്. ഇതുപോലെ ഒരു ടാബ്ലറ്റ് എടുത്തതിന് ശേഷം നമ്മൾ മാക്സിമം ഞാനിത് കൈകൊണ്ട് ടച്ച് ചെയ്യാറില്ല, എന്നാലും പെട്ടെന്ന് തന്നെ സംഭവം എടുത്ത് ഞാൻ വേഗം ഒരു 250 ml വാട്ടറിലേക്ക് ഞാൻ ടാബ്ലറ്റ് ഇട്ട് കൊടുക്കും. ഇത് നല്ലോണം ഡിസോൾവ് ആയതിന് ശേഷം മാത്രമേ നമ്മളിത് കുടിക്കാൻ പാടുള്ളൂ. അപ്പോൾ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന ലേഡീസ് അവരാരും ഇത് കൺസ്യൂം ചെയ്യാൻ പാടില്ല. പിന്നെ 18 years എബോവ് ഉള്ളവർ മാത്രമേ ഇത് കുടിക്കാൻ പാടുള്ളൂ. കുട്ടികൾക്കൊന്നും ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ലൈക്ക് പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന്, നിങ്ങളുടെ ഹെയർ, നിങ്ങളുടെ നെയിൽസ് ഇതിനൊക്കെ നല്ല ഗ്ലോ ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ മാത്രമുള്ളവർ ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ പോയിട്ട് വാങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. വേറെ ഒന്നുമല്ല, കാരണം ഇത് നിങ്ങൾ വേറെ ആമസോൺ അതിലൊക്കെ വാങ്ങണമെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. ഞാൻ ഇതിൻ്റെ വെബ്സൈറ്റ് പോയി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റേറ്റ് കുറച്ച് കുറവാണ്. 2000 സംതിങ് ഉള്ളത് 1200 സംതിങ് ആണ്. പ്ലസ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ കൂപ്പൺ കോഡ് കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് കൂടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.